ഹായ് 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 ഷെമി മാഷാണ് കേട്ടോ. ഇന്ന് മാഷ് എന്തിനാ വന്നതെന്ന് അറിയോ? നമ്മുടെ ഏറ്റവും അവസാനത്തെ പാഠം ഏതാണ്? ആ പിക്ചർ മാത്ത് അല്ലെ, ചിത്രഗണിതം എന്നുള്ള ഒരു പാഠം ഏറ്റവും അവസാനത്തെ പാഠമാണ്. ഈ പാഠത്തു നിന്നും എക്സാമിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഈ പാഠത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന്, ഈ പാഠം മുഴുവൻ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് പഠിച്ചെടുത്താലോ? വളരെ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാഠമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് നേരെ കടക്കുന്നതിന് മുമ്പ് മാഷ് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ ഉണ്ടെങ്കിൽ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ 3ാം ക്ലാസ്സിലുള്ള എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്തെടുക്കാനും ആരും വിട്ടുപോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ പോയി ലൈക്ക് അടിച്ച് വെക്കുകയും ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗം തുടർന്ന് കാണാം കേട്ടോ. നമുക്ക് എന്തായാലും നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? നോക്കിക്കേ, മാഷ് ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ എന്തൊക്കെയാ നിങ്ങൾ കാണുന്നത്? ആ പശുവുണ്ട്, പിന്നെ ഒരു തെങ്ങുണ്ട്, വീടുണ്ട്, താറാവുകളുണ്ട് അല്ലെ, കോഴികളുണ്ട്, പിന്നെ ആ ആടുകളുണ്ട്. അങ്ങനെ കുറേ വസ്തുക്കൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ. നിങ്ങൾ ഇതിൽ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇതിൽ നിങ്ങൾ കുറേ ജീവികളെ കാണുന്നില്ലേ? ഈ ജീവികളൊക്കെ എണ്ണം നിങ്ങൾ കണ്ടുപിടിക്കണം. ഓരോ ജീവികളും എത്ര എണ്ണം വീതമുണ്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. മാഷ് ഒരു പട്ടിക തരട്ടെ, ഈ പട്ടികയിൽ നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ഈ പട്ടികയിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? ആ ജീവികൾ എന്നുള്ളൊരു തലക്കെട്ടും അതുപോലെ നമ്പർ, അത് എണ്ണം എന്നുള്ളൊരു തലക്കെട്ടും നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ജീവികൾക്ക് താഴെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ജീവികളെ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഓരോ ജീവിയുടെ ചിത്രത്തിന് നേരെയും ആ ജീവി എത്ര എണ്ണം വീതം ഈ ചിത്രത്തിലുണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ആദ്യത്തെ ചിത്രം ഏതാണ്? ആ പശുവിൻ്റെതാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഈ ചിത്രത്തില് എത്ര പശു ഉണ്ട് നോക്കിയിട്ട് പശുവിന്റെ ചിത്രത്തിൽ നേരെ എഴുതണം. ഓക്കെ അല്ലേ? ഈ ചിത്രത്തിൽ എത്ര പശു ഉണ്ട്? നമുക്ക് എല്ലാവർക്കും എണ്ണാൻ അറിയാം, സിമ്പിൾ ആണ് അല്ലേ. 1 2 3 എത്രയാ? 1 2 3 3 പശുക്കളാണുള്ളത്. അപ്പൊ പശുവിന് നേരെ താഴെ എന്താ എഴുതേണ്ടത്? 3 3 എഴുതണം. അടുത്ത ചിത്രം എന്തിൻ്റെതാണ്? ആ ആടിൻ്റെതാണ് അല്ല, ഇവിടെ ആടിൻ്റെതാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആ ആടുകൾ എത്ര എണ്ണം ഉണ്ട് ഈ ചിത്രത്തിൽ നോക്കണം. എത്ര ആടുകളുണ്ട് ഈ ചിത്രത്തില്? എണ്ണി നോക്കാം. 1 2 3 4 എത്ര ഉള്ളത്? 4 4 എണ്ണം ഉണ്ട്. അപ്പൊ ആടിന് ചിത്രത്തിൽ നേരെ എന്താ എഴുതേണ്ടത്? 4 4 എഴുതണം. അപ്പൊ അടുത്തത് എന്താണ്? കോഴികൾ. കോഴിയുടെ ചിത്രമാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ ചിത്രത്തില് എത്ര കോഴികളുണ്ട് നോക്കണം. എത്ര എണ്ണം ഉണ്ട്? 1 2 3 എത്രയാ? 3 3 എണ്ണ ഉള്ളത്. അപ്പൊ കോഴിയുടെ നേരെ 3 3 എഴുതണം. ഇനി അടുത്ത ചിത്രം എന്തിൻ്റെതാണ്? താറാവിൻ്റെത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഈ ചിത്രത്തില് എത്ര താറാവുണ്ട് നോക്കിയിട്ട് താറാവിന് നേരെ എഴുതണം. അങ്ങനെയാണെങ്കിൽ ഇതിനുത്തരം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തണം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പൊ ഇതിന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യുന്ന മാഷിന് ഉറപ്പാണ്. നമ്മൾ ഈ പാഠം മുഴുവൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചിരിക്കുക അല്ലേ. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ പാഠമൊക്കെ നമ്മൾ ലൈവിൽ പഠിക്കണ്ടേ. അപ്പൊ അതിനുവേണ്ടി മാഷ് ലൈവും വരുന്നുണ്ട്, മറക്കണ്ട. വൈകുന്നേരം ഏറെക്കാണ് നമ്മുടെ ലൈവ് ഉണ്ടാവാറ് 3ാം ക്ലാസ്സിലെ ചാനൽ കേട്ടോ. നിങ്ങൾ എല്ലാവരും ദിവസവും ലൈവ് കാണാം. നമ്മുടെ എല്ലാ കൂട്ടുകാരും കൂട്ടിയിട്ട് തന്നെ ലൈവിലോട്ട് ഓടിയെത്തുക. ലൈവിലെ കാര്യമൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാരും അറിയിക്കാം കേട്ടോ. അതുപോലെ വീഡിയോ നമ്മുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കാതിരിക്കുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയും ലൈവിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ. മാഷ് പോവാണ്. ബൈ ബൈ.